എവ്രി വൺ. നമ്മൾ സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ഉള്ളത്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ് ബലദ്. ഇവിടെ നമ്മൾ കുറേ നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ റീസെൻ്റ് ആയിട്ടാണ് പോകാനായിട്ട് പറ്റിയത്. ഈ ബിൽഡിങ്സ് പൊളിഞ്ഞു വീഴാറായെന്ന് നമുക്ക് തോന്നുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇത് 500 വർഷത്തിലേറെ പഴക്കമുള്ള കോറൽ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിങ്സ് ആണ്. ഈ ഒരു സിറ്റി തന്നെ 7th സെഞ്ച്വറിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും പഴക്കം ചെന്നൊരു സിറ്റിയാണ് ഇത്. ഹിസ്റ്ററിക് ഡിസ്ട്രിക്റ്റ് ഓഫ് ജിദ്ദ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും പഴക്കം ചേർന്ന ഒരു സിറ്റീനെ ഇതുപോലെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് നല്ലോണം ഫണ്ടൊക്കെ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു മേജർ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അപ്പോൾ ബലദ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ട്രഡീഷണൽ ഗേറ്റ് വേ ടു മക്ക എന്നാണ് അറിയപ്പെടുന്നത്. ഇതുപോലെ കുറേ കടകളുണ്ട് അവിടെ. നമ്മളിങ്ങനെ പോണ വഴിക്ക് വാളുകളൊക്കെ വെച്ചിട്ടുള്ളൊരു കട കണ്ടിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത് ഇതുപോലത്തെ വലിയ ആര്യവേപ്പിൻ്റെ മരങ്ങളാണ്. ഇത് ബലദിൽ മാത്രമല്ല ജിദ്ദയിലുടനീളം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുപോലത്തെ കുറേ അധികം ബിൽഡിങ്സ് അവിടെ ഉണ്ട്, പക്ഷെ ഒന്നിലും ആൾതാമസമില്ല. പക്ഷെ പണ്ട് എപ്പോഴോ കുറേ അധികം മനുഷ്യർ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. അതങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേകത തോന്നും. പിന്നെ എല്ലാ ബിൽഡിങ്സിനും ഒരു പ്രത്യേക തരം ജനലയാണ് ഉള്ളത്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ജനല. ആ ജനലകളെല്ലാം എന്നിട്ട് നല്ല ഡിസൈനോട് കൂടിയ ജാളികൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം നേരമൊക്കെ ആകുമ്പോൾ സ്ത്രീകൾക്കൊക്കെ അവിടെ വന്നിരിക്കാം നല്ല സുഖമായിട്ട്. പുറത്തുനിന്ന് ആരും അവരെ കാണില്ല. അവർക്കാണെങ്കിൽ പുറമത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ടും പറ്റും. അപ്പോൾ നല്ല പ്രൈവസിയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ വീടുകൾക്കും അല്ലെങ്കിൽ എല്ലാ ബിൽഡിങ്സിനും ആ ഒരു രീതിയിലുള്ള ജനല കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാച്ച് വിൽക്കണ കട കണ്ടാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് വാച്ച് വിൽക്കണ കട തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഒരു അത്തറിൻ്റെ കടയാണെങ്കിൽ നിറയെ അത്തറിൻ്റെ കടയായിരിക്കും ഒന്നിച്ചുണ്ടായിരിക്കുക. ഇത്രയധികം ആൾക്കാർ വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ സൈഡിൽ കൂടെ മെയിൻ എൻട്രൻസിൽ കൂടെ കയറാൻ പോവാണ്. അങ്ങനെ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ളൊരു ആൻറ്റിക് ഷോപ്പാണിത്. ഇഷ്ടംപോലെ ആൻറ്റിക് കളക്ഷൻ ഇവിടെ ഉണ്ട്. ഈ ഒരു ഒറ്റ ഷോപ്പല്ല, ആ ഒരു വരിയിൽ തന്നെ ഇഷ്ടംപോലെ ആൻറ്റിക് ഷോപ്സ് ഉണ്ട്. ഇതുപോലെ പച്ച കളറിലും നീല കളറിലും ഒക്കെയുള്ള ജനലകൾ ഇവിടെ കുറേ കാണാനായിട്ട് പറ്റും. എല്ലാത്തിലും നല്ല ഭംഗിയുള്ള കൊത്തുപണികളും ഉണ്ട്. പണ്ട് ഏതൊക്കെയോ വലിയ ആൾക്കാർ താമസിച്ച ബിൽഡിങ്ങുകളൊക്കെയാണ് ഇങ്ങനെ ഇപ്പോൾ കിടക്കുന്നത്. നമ്മൾ ഈ പോയത് നോമ്പിനും തൊട്ട് മുന്നേ ആയതുകൊണ്ട് അത്ര അധികം ആക്ടിവിറ്റീസ് ഇല്ല. പക്ഷെ ഇപ്പം നിറയെ ആക്ടിവിറ്റീസും ഫുഡ് സ്റ്റോളും ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല തിരക്കായിരിക്കും. നമ്മളിപ്പോൾ പോയപ്പോൾ തന്നെ പാർക്കിംഗ് കിട്ടാനായിട്ട് ഒരു സെയിം സ്ഥലത്ത് കൂടെ 10-15 റൗണ്ടൊക്കെ ഇടേണ്ടി വന്നു. ഇതുപോലെ വുഡൻ ബ്ലോക്സ് വെച്ചിട്ട് എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ആദ്യമായിട്ട് ഞാൻ ഇവിടെ പോയപ്പോഴാണ് കാണുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും സുഖം ഏറ്റവും അവസാനം നമ്മൾ എഴുതിയതൊക്കെ തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടാണ്. മതി അത്ര കുറേ സമയം എടുക്കട്ടെ ജിഷ്ണു നോക്കി. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ വിചാരിച്ചത് ഇതുപോലെ എഴുതി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല സന്തോഷമാണ്. വീഡിയോയിൽ അത്ര കാര്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും ശരിക്കും നല്ല ഫോഴ്സിൽ നമ്മളത് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല പടക്കം പൊട്ടണ പോലത്തെ സൗണ്ടാണ്. അപ്പോൾ നല്ലൊരു ഹരമായി നമുക്കത് ഉള്ളിലേക്ക് വെക്കാനായിട്ട്. എല്ലാ
തരം കടകളും ഉണ്ട് ഇവിടെ. ഈ കാണുന്നത് ഒരു സുഗന്ധവ്യഞ്ജനത്തിൻ്റെ കടയാണ്. ഇതെന്താ സാധനം എന്നറിയില്ല, പക്ഷെ അതിൻ്റെ ബാക്കിലിരിക്കുന്നത് വലിയ കുന്തിരിക്കത്തിൻ്റെ കട്ടിയാണ്. നമ്മളൊരു വൈകുന്നേരം നേരത്തെ ചെന്നതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നത് ഇവിടുത്തെ പണ്ടത്തെ ഒരു പാലസ് ആണ്, പക്ഷേ ഇതിപ്പോൾ മ്യൂസിയം ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഫ്രൈഡേ ആയിരുന്നത് കൊണ്ട് ക്ലോസ് ആയിരുന്നു, നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. നല്ല വൈകുന്നേരം നേരത്തെ ഈ യെല്ലോ ലൈറ്റിൽ ബലത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കല്ലേ ഒരു സ്ട്രേഞ്ചർ വന്ന് നിന്ന് നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പോയി. ബലദിലേക്ക് കയറി വരുമ്പോൾ തന്നെയുള്ളൊരു മോസ്കാണിത്. ഇത് ജിദ്ദയിലെ വളരെ ഏൻഷ്യൻ്റ് ആയിട്ടൊരു മോസ്കാണ്. 1670s ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ബലദ് ഒരു ഏൻഷ്യൻ ടൗൺ ആയതുകൊണ്ട് ഇതിലേക്ക് കുറേ ഏരിയയിൽ കൂടെ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ളൊരു എൻട്രൻസ് ആണ്. അങ്ങനെ പോകുമ്പോൾ ആ പള്ളിയുടെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഞങ്ങൾ ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച പോയതാണ്. ഭയങ്കര തിരക്കായിരുന്നു, നല്ല ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ വളരെയധികം തിരക്കുണ്ടായിരുന്നു. ഒരു തൃശ്ശൂർക്കാരിയായിട്ടുള്ള എനിക്ക് നമ്മുടെ തൃശ്ശൂർ പൂരമാണ് ഓർമ്മ വന്നത്. അപ്പോൾ റോഡൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ച് പാസഞ്ചേഴ്സിനെ കടത്തി, പിന്നെ റോഡ് ക്ലോസ് ചെയ്ത് വണ്ടികളെ കടത്തി, അങ്ങനെ ഒരു പ്രത്യേക സിസ്റ്റം ഒക്കെ ആയിരുന്നു. ഇതുവരെ ബലദിൽ പോവാത്തവർ തീർച്ചയായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. താങ്ക് യു.